നമസ്കാരം. ഒട്ടും ആശ്വാസകരമല്ല ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ അറിഞ്ഞൊരു വാർത്ത അത്തരത്തിലുള്ളതാണ്. എന്തായാലും ആശ്വാസകരമല്ലാത്ത ഒരു വാർത്ത പുറത്തു വന്നിട്ടും ആരും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും എവിടെയും നടത്തിയതായി കണ്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ആളുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനക്കവുമില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചക്കെടുക്കാറുണ്ട്, എന്നാൽ ഒരു ചർച്ചയും എവിടെയും കണ്ടില്ല. അതായത് ഒട്ടും ആശ്വാസകരമല്ലാത്ത വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇവിടെ മാതൃഭൂമിയുടെ സൈറ്റിലാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എവിടെയും ഒരു ചലനവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അയോധ്യ മോഡൽ ഒരു തന്ത്രം തമിഴ്നാട്ടിൽ ഇവിടെ സംഘപരിവാർ സംഘടനകൾ ആലോചിക്കുന്നു. അത് ഏറെക്കുറെ അവർ നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. കോടതിയെ പോലും അവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് നിരവധി വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ പോകുന്ന ഒരു സ്ഥലമാണ്, സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് സിക്കന്ദർ ബാദ്ഷാ ദർഗ എന്ന് പറയുന്ന ദർഗ. തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവിടെ പോകാറുണ്ട്, സന്ദർശിക്കാൻ പോകാറുണ്ട്. എന്നാലും ഈ ദർഗയ്ക്ക് സമീപം കാർത്തിക വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി ഇവിടെ തമിഴ്നാട് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ് കൊടുത്തിരിക്കുന്നു. ആ ജഡ്ജിന്റെ പേര് GR സ്വാമിനാഥൻ എന്നാണ്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഘപരിവാർ സംഘടനകൾ പരമാവധി ശ്രമം നടത്തി. എന്നാൽ തമിഴ്നാട് ഭരിക്കുന്നത് MK സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ആയതുകൊണ്ട് തൽക്കാലം സംഘപരിവാർ സംഘടനകൾക്ക് ആ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു കാരണവശാലും അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അത് കാലങ്ങളായി ഇവിടെ മുസ്ലിങ്ങൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്, അവരുടെ ഒരു കേന്ദ്രമാണ്. ഈ ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ കാർത്തിക വിളക്ക് തെളിയിക്കണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. എന്തായാലും 1992 ബാബരി മസ്ജിദ് പൊളിക്കും എന്നുള്ളത് അതിനു മുമ്പ് നമ്മൾ ആരും ചിന്തിച്ചിരുന്നില്ല. BJP രാജ്യം ഭരിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. PV നരസിംഹറാവു ആയിരുന്നു അന്ന് നമ്മുടെ പ്രധാനമന്ത്രി. എന്തായാലും ഇവിടെ സംഘപരിവാർ സംഘടനകൾക്ക് ഒരിക്കലും ബാബരി മസ്ജിദ് പൊളിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചു. നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്, ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച ഒരു സമയത്ത് BJP ഭരിച്ചിരുന്നില്ല. ആ ഒരു സമയം കൂടെ, ആ ഒരു സമയത്ത് BJP അല്ല അധികാരത്തിലുണ്ടായിരുന്നത്. അത്തരം ഒരു സമയത്തിലാണ് അവർ പള്ളി പൊളിച്ച് ഇപ്പോൾ അവിടെ BJP അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവിടെ അമ്പലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ RSSന്റെ അധ്യക്ഷൻ മോഹൻ ഭഗവതും അവിടെ കൊടി നാട്ടി. സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം December 6 അവരുടെ സ്വാഭിമാൻ ഡേ ആണ്. എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അയോധ്യയിൽ, UP അവർക്ക് അത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ തമിഴ്നാട്ടിൽ അത് അവർക്ക് നടത്താൻ യാതൊരുവിധ പ്രയാസവുമില്ല, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും അതിനെ ഗൗരവം കുറച്ച് കാണുകയാണ്. എന്തായാലും DMK-യുടെ നേതാവായിട്ടുള്ള കനിമൊഴി ഇപ്പോൾ GR സ്വാമിനാഥൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്കായി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അയാൾക്കെതിരെ നടപടി വേണം, അയാൾ ശരിയല്ല എന്ന ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ സംഘടനകൾ, BJP-യുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പരമാവധി ഈ ഹൈക്കോടതി ഉത്തരവ്, ചുളിവിൽ ഒപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ കേരളത്തിൽ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും എവിടെയും നടത്തുന്നത് തന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തമിഴ്നാട്ടിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ ഈ സംഘപരിവാർ സംഘടനക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്ന സമയത്താണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് അവർ തകർത്തത്. ഈ കഴിഞ്ഞ December 6 ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രമുഖർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, അവരുടേതായിട്ടുള്ള കുറിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് എന്ന് തന്നെയാണ് ബാബരി മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ച് പല പ്രമുഖരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നു എന്നല്ലാതെ അതിനെതിരെ ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ, അത്തരക്കാർക്കെതിരെ പ്രതിഷേധിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം.
എന്തായാലും തമിഴ്നാട്ടിലും സമാനമായിട്ടുള്ള ഒരു നീക്കം സംഘപരിവാർ സംഘടനകൾ നടത്തി. കോടതിയുടെ ഉത്തരവ് അവർ സമ്പാദിച്ചു. ഈ കോടതി ഉത്തരവ് സമ്പാദിക്കുന്നത് വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് പുറം ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ കോടതി ഉത്തരവ് അവർക്ക് കിട്ടിയ സാഹചര്യത്തിൽ ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിയപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ശക്തമായി അതിനെ പ്രതിരോധിച്ചു. സുപ്രീം കോടതിയിൽ സർക്കാർ അപ്പീല് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് ഹൈക്കോടതിയിലെ ജഡ്ജിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എവിടെയും ഒരു അനക്കവും കാണുന്നില്ല, ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ മലയാളികളായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സിക്കന്ദർ ബാദ്ഷാ ദർഗ. ആ ദർഗക്കെതിരായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.